ഇന്ന് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് കണ്ടാലോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിൽ വന്ന് കയറിയിട്ടോ. അടുക്കളയിൽ വന്ന് കയറിയപ്പോൾ അമ്മാതിരി കോലത്തിലാണ് കിടക്കുന്നത്. ഫുള്ള് നിരന്നാട്ടോ കിടക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയിൽ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ടയേർഡായിരുന്നു. പിന്നെ കസമോളുടെ കാര്യങ്ങളൊക്കെ നോക്കി കിടന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. പിന്നെ കസമോൾ ഇപ്പം ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ പറയണ്ടല്ലോ, രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമോ. നോക്കിക്ക് എല്ലാം നിരത്തിയിട്ടേക്കുന്നത് കസമോളുടെ പണിയാട്ടോ. മെഡിസിൻ്റെ കവർ കൊണ്ടിട്ടേക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീനായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ. ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമായിട്ട് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് സാധാരണ ഇത് രാത്രി ചെയ്യുന്ന പണി കേട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ക്ലീൻ ചെയ്യുവാണ്. പിന്നെ ഞാൻ ഓർത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോറും കറിയും വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറി വെക്കാൻ വേണ്ടി വൻപയർ വെള്ളത്തിലിടാൻ മറന്നുപോയി. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് ഇന്ന് കറി വെക്കും. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ കേട്ടോ. അങ്ങനെ സബോള, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക്, തേങ്ങ, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കും. അങ്ങനെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വലിയ തോതിലുള്ള കറികളും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ള നേരമില്ല. ഇപ്പം തന്നെ എനിക്ക് ലേറ്റായിട്ടോ ഡ്യൂട്ടിക്ക് പോകാൻ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം തട്ടിക്കുട്ടി പരിപാടികളാണ്. അങ്ങനെ കറിയൊക്കെ വെച്ച് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫ്രോസൺ പൊറോട്ട കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈസി പരിപാടികൾ. ഫ്രോസൺ പൊറോട്ട മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കി പിന്നെ പാലും ചായയും വെക്കും. പിന്നെ ഹസമോൾക്ക് പൊറോട്ടയൊന്നും കൊടുക്കാൻ ടൈമായിട്ടില്ലല്ലോ. അത് കാരണം അവൾക്കുള്ളത് വേറെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇന്നത്തെ രാവിലത്തെ ചായ. അങ്ങനെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം വേഗം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.